50കളിലും 60കളിലും 70കളിലും എന്തിനേറെ 80കളിൽ പോലും മലയാളിക്ക് കേരളത്തിൽ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ, തൊഴിൽ തേടി എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുമ്പോൾ ആദ്യം അവൻ്റെ മനസ്സിലേക്ക് വന്നിരുന്ന നഗരമാണ് മുംബൈ. അന്ന് മുംബൈയില്ല, ബോംബെ. ബോംബെ ചെന്നെത്തുന്ന എല്ലാ മനുഷ്യരെയും 2 കൈ നീട്ടി സ്വീകരിക്കുകയും ജീവിക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു നഗരമാണ്. ഇന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ബോംബെ കാണാനുള്ള, അനുഭവിക്കാനുള്ളൊരു നഗരമല്ല, ജീവിക്കാനുള്ള നഗരമാണ്, ജീവിതം കെട്ടിപ്പടുക്കാനുള്ളൊരു നഗരമാണ്. എന്നാൽ ഈ ബോംബെ നഗരത്തിലേക്ക് ഒരു സഞ്ചാരിയായി എത്തിയാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാഴ്ചകളുണ്ട്. പല അധോലോക സിനിമകളിലും സാഹിത്യത്തിലും ഒക്കെ നമ്മൾ കണ്ട നിരവധിയായ സ്ഥലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മുംബൈയിൽ നമുക്ക് നിശ്ചയമായും കണ്ടിരിക്കേണ്ട 8-10 സ്ഥലങ്ങളെ അരമണിക്കൂറുള്ള ഒരൊറ്റ എപ്പിസോഡിൽ അവതരിപ്പിക്കുകയാണ് സിറ്റി ടൂറിൽ. ഈ സിറ്റി ടൂറിലൂടെ ബോംബെ നഗരത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, വ്യവസായങ്ങളുടെയും കച്ചവടത്തിന്റെയും കേന്ദ്രം, മുംബൈ എന്ന മഹാനഗരം. വൻകിട വാണിജ്യ ഗ്രൂപ്പുകളുടെ ആസ്ഥാനങ്ങളുള്ള ഇടം, പ്രമുഖ സ്റ്റോക്ക് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്ന ഇടം. അങ്ങനെ നോക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കിനോട് മുംബൈയെ നമുക്ക് താരതമ്യം ചെയ്യാനാകും. മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമത്തിൽ നിന്നും വളർന്നു തുടങ്ങിയ മുംബൈ വാണിജ്യ ബന്ധങ്ങളിലൂടെ വലിയ സാമ്പത്തിക മുന്നേറ്റം നേടുകയാണ് ഉണ്ടായത്. അറബിക്കടലിനോട് ചേർന്നുള്ള സ്ഥാനം ഇതിന് ശരിക്കും സഹായകമായി. പിന്നീട് ബ്രിട്ടീഷുകാർ മുംബൈയെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് അത്യാഡംബരവും അതിദാരിദ്ര്യവും ഇടകലർന്ന നഗരമാണിത്. ഒരു വശത്ത് അതിസമ്പന്നർ വസിക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ മറ്റൊരു വശത്ത് ധാരാവി പോലെയുള്ള ചേരികൾ കാണാം. അതോടൊപ്പം ചരിത്രമുറങ്ങുന്ന ഒട്ടേറെ സ്മാരകങ്ങൾ. ഇന്നത്തെ സിറ്റി ടൂറിൽ നാം കടന്നു ചെല്ലുന്നത് മുംബൈയിലെ പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. യാത്രയുടെ തുടക്കം ഛത്രപതി ശിവജി ടെർമിനസിൽ നിന്നാണ്. തുടർന്ന് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, പിന്നെ ഹാജി അലി ദർഗ, അടുത്തത് മറൈൻ ഡ്രൈവ്, പിന്നെ രാജീവ് ഗാന്ധി സീലിംഗിലേക്ക്, അവിടെ നിന്നും ശിവജി പാർക്കിലേക്ക്, അടുത്തത് വർലി ഫോർട്ട്, തുടർന്ന് ക്രാഫോർട്ട് മാർക്കറ്റ്, പിന്നെ മണിഭവൻ, അവസാനമായി നമ്മൾ ധാരാവിയും സന്ദർശിക്കും. ഛത്രപതി ശിവജി ടെർമിനസ് അഥവാ മുംബൈ CST റെയിൽവേ സ്റ്റേഷനാണ് ആദ്യം. മുംബൈയുടെ ഒരു കൾച്ചറൽ ലാൻഡ്മാർക്കാണിത്. രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ട്രെയിനുകൾ എത്തുന്നുണ്ട്. ട്രെയിനുകളിൽ മുംബൈ CST എന്ന ചുരുക്കപ്പേര് ഉപയോഗിക്കുന്നതിനാൽ അതായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഛത്രപതി ശിവജി ടെർമിനസിലൂടെ ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു സാംസ്കാരിക വൈവിധ്യം നമുക്ക് വ്യക്തമാകും. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വേഷം ധരിച്ചവർ, വ്യത്യസ്ത രൂപങ്ങളിലുള്ളവർ എന്നിങ്ങനെ പോകുന്നു. അത് മനോഹരമായ മന്ദിരമാണ് ഛത്രപതി ശിവജി ടെർമിനസിലെ മറ്റൊരു പ്രധാന ആകർഷണം. ഇറ്റാലിയൻ ഗോതിക് ശൈലിയിലാണ് ഡിസൈൻ. എന്നാൽ ഇന്ത്യൻ വാസ്തുകലയുടെ സ്വാധീനവും നമുക്കിവിടെ കാണാം. മുംബൈ CST കെട്ടിടം കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുകയേയില്ല. ഒറ്റ നോട്ടത്തിൽ കൊട്ടാരമോ കാസിലോ ആണെന്ന് കരുതും.
പൊതുസ്ഥാപനങ്ങളെ പ്രാധാന്യത്തോടെ കണ്ട് ഡിസൈൻ ചെയ്യുന്ന ബ്രിട്ടീഷ് രീതിയും നമുക്കിവിടെ കാണാം. അടുത്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന സ്മാരകമാണ്. ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പേരിട്ടതും അവർ തന്നെയാണ്. 1911 ഇന്ത്യ സന്ദർശിക്കാനെത്തിയ ജോർജ് അഞ്ചാമൻ ചക്രവർത്തിയെ ഇവിടെ വെച്ച് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിരുന്നു. അങ്ങനെ ലഭിച്ച പേരാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ചക്രവർത്തി വന്നത് 1911 സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. അവസാനിച്ചത് 1924. പിന്നെ അങ്ങോട്ട് കൊളോണിയൽ ഭരണത്തിന്റെ അടയാളമായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകും വരെ ഇത് നിലനിന്നു. ഉൾക്കടലിന്റെ തീരത്തുള്ള കല്ലുവിരിച്ച മൈതാനത്തിന്റെ ഒരറ്റത്തായാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സ്ഥാനം. പ്രധാന ആകർഷണം ആർച്ചിന്റെ ഭംഗിയുള്ള ഡിസൈനും ഗാംഭീര്യവുമാണ്. ഗുജറാത്തി പാരമ്പര്യത്തിന്റെ സ്വാധീനമുള്ള ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് രൂപകൽപ്പന. ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾ സമ്മേളിക്കുന്ന ശൈലി വേണമെന്ന കൊളോണിയൽ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. ആകെയുള്ള രൂപത്തിന് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് സാമ്യമെങ്കിൽ അലങ്കാരങ്ങൾ ഇസ്ലാമിക് രീതിയിലാണ്. ഈ സ്മാരകം ചിത്രങ്ങളിലൂടെയും മറ്റും ലോകമെങ്ങും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിനാൽ വിദേശികളായ ടൂറിസ്റ്റുകളെ ധാരാളമായി നമുക്ക് കാണാനാവും. മുംബൈ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി മന്ദിരത്തെ പശ്ചാത്തലമാക്കി ഒരു ഫോട്ടോ എടുക്കാതെ ആരും ഇവിടെ നിന്ന് പോവുകയുമില്ല. ഇനി നമുക്ക് പോകേണ്ടത് ഹാജി അലി ദർഗയിലേക്കാണ്. അറബിക്കടലിന്റെ തീരത്തെ ഒരു ചെറിയ ദ്വീപിലുള്ള മോസ്കാണിത്. കടലിലെ സവിശേഷമായ സ്ഥാനമാണ് മോസ്കിന്റെ പ്രത്യേകത. കരയിൽ നിന്നും 1/2 കിലോമീറ്റർ നീളമുള്ള കോസ്വേയിലൂടെ വേണം ദ്വീപിലെത്താൻ. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഹാജി അലി ദർഗ പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പ്രതിദിനം 1000കണക്കിന് വിശ്വാസികൾ ഈ മോസ്കിൽ എത്തുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യും. വിശേഷ ദിവസങ്ങളിൽ നല്ല തിരക്കുമുണ്ടാകും. മുമ്പ് വേലിയിറക്ക സമയത്ത് വെള്ളം താഴ്ന്നിരിക്കുമ്പോൾ മാത്രമേ ഇവിടേക്ക് വരാൻ കഴിഞ്ഞിരുന്നുള്ളൂ. വെള്ളം ഉയരുമ്പോൾ പാത അടയ്ക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ ഉയർന്ന പ്ലാറ്റ്ഫോം നിർമ്മിച്ചതിനാൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. എങ്കിലും കടൽ ക്ഷോഭിക്കുമ്പോൾ യാത്ര ദുസ്സഹമാകും. അധികം ആഡംബരങ്ങളില്ലാത്തതാണ് ഹാജി അലി ദർഗ. സൗകര്യങ്ങളും പരിമിതമാണ്. വിസ്തൃതി കുറഞ്ഞ ദ്വീപിൽ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഒരു സമയം ഉൾക്കൊള്ളാനുമാകൂ. ഇവിടെ എത്തുന്ന സാധാരണക്കാരായ വിശ്വാസികളെ ആകർഷിക്കുന്ന വിൽപ്പന സ്റ്റാളുകൾ നമുക്ക് വഴിയിൽ കാണാം. കുറഞ്ഞ വിലയിൽ പലതരം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. മുഗൾ വിഭവങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലകളും നമുക്ക് കാണാം. വൃത്തിക്കുറവുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ദ്വീപിൽ നിൽക്കുമ്പോൾ മുംബൈ നഗരത്തിന്റെ പനോരമിക് കാഴ്ചകളും നമുക്ക് കാണാം. വേലിയിറക്ക സമയത്ത് കറുത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ കടലിലേക്ക് ഇറങ്ങുന്നതും രസകരമായ ഒരു അനുഭവമാണ്. മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും രസകരമായ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനും കഴിയുന്ന മുംബൈയിലെ ഒരിടമാണ് ഇനി സിറ്റി ടൂറിൽ. മറൈൻ ഡ്രൈവ്. ബാഗ്ബയുടെ തീരത്ത് അർദ്ധവൃത്താകൃതിയിൽ 3 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന പ്രൊമനേഡും നേതാജി സുഭാഷ് ചന്ദ്രബോസ് റോഡും ഉൾപ്പെടുന്ന ഭാഗം.
വ്യായാമത്തിനും ഒഴിവു സമയം ചിലവിടാൻ സായാഹ്നങ്ങളിലും നഗരവാസികൾ ഇവിടേക്ക് എത്താറുണ്ട്. കടൽ കാറ്റുകൊണ്ടും കടൽ കാഴ്ചകൾ ആസ്വദിച്ചും മറൈൻ ഡ്രൈവിൽ അലസമായി ഇരിക്കുന്നത് രസകരമായൊരു അനുഭവമാണ്. നഗരത്തിന്റെ വിദൂര ദൃശ്യങ്ങളും നമുക്കിവിടെ നിന്നുകൊണ്ട് കാണാം. ഒരു നടത്തമാണ് വേണ്ടതെങ്കിൽ പ്രൊമനേഡിലൂടെ ഇരുവശത്തേക്കും സഞ്ചരിക്കാം. സന്ദർശകർ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. സൂര്യാസ്തമയത്തോടടുപ്പിച്ചാണ് മറൈൻ ഡ്രൈവിൽ തിരക്കേറുക. അതീവ ഹൃദ്യമായ സൺസെറ്റ് കാഴ്ചകളാണ് വൈകുന്നേരത്തെ അട്രാക്ഷൻ. അതോടൊപ്പം വൈദ്യുത ദീപപ്രഭയിൽ നഗരക്കാഴ്ചകളും വേറിട്ടതാകുന്നു. ചിലപ്പോഴൊക്കെ ആകർഷകമായ സ്ട്രീറ്റ് പെർഫോമൻസുകൾ മറൈൻ ഡ്രൈവിൽ ഉണ്ടാകാറുണ്ട്. വർഷം തോറുമുള്ള എയർ ഷോ, മുംബൈ മാരത്തോൺ എന്നീ ഇവന്റുകളുടെയും വേദിയാണ് ഇവിടം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ബാന്ദ്ര വർലി സീലിംഗ് അഥവാ രാജീവ് ഗാന്ധി സീലിംഗ്. വടക്ക് ബാന്ദ്ര മുതൽ തെക്ക് വർലി വരെ നീണ്ടുകിടക്കുന്ന കടൽപ്പാലമാണിത്. മാഹിം ഉൾക്കടലിന് കുറുകെയാണിത്. പാലം വരുന്നതിന് മുമ്പ് ബാന്ദ്ര വർലി യാത്ര ഏറെ ബുദ്ധിമുട്ടേറിയതും സമയം നഷ്ടമാക്കുന്നതുമായിരുന്നു. നഗരത്തിൽപ്പെട്ട് ചിലപ്പോഴൊക്കെ മണിക്കൂറുകൾ നമുക്ക് കാത്തുകിടക്കേണ്ടിയും വരും. ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതോടെ മണിക്കൂറുകൾ നീളുന്ന യാത്ര മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാമെന്ന അവസ്ഥയായി. ആർക്കിടെക്ചർ രംഗത്തും വലിയ നേട്ടമാണ് ഈ പാലത്തിലൂടെ നേടിയത്. ബാന്ദ്ര വർലി സീലിംഗിൽ കാൽനട യാത്ര നമുക്ക് അനുവദനീയമല്ല. സുരക്ഷാ പ്രശ്നങ്ങളാണ് അതിന് കാരണം. അതിനാൽ പാലത്തിൽ ഇറങ്ങി കാഴ്ചകൾ നമുക്ക് കാണാനാവില്ല. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും ഇവിടെ പ്രവേശനമില്ല. 4 ചക്ര വാഹനങ്ങൾ മാത്രമേ കടത്തിവിടൂ. അതിനാൽ 4 ചക്ര വാഹനങ്ങളിൽ പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാം. 35 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള പില്ലറുകളിൽ നിന്നും നീണ്ടുകിടക്കുന്ന വടങ്ങളും ഈ യാത്രയിലെ പ്രധാനപ്പെട്ട ആകർഷണമാണ്. കൂടാതെ കടലിന്റെയും നഗരത്തിന്റെയും ദൂരക്കാഴ്ചയും നമുക്ക് സാധ്യമാകും. കരയിൽ വിവിധയിടങ്ങളിൽ നിന്നുകൊണ്ട് ഈ കടൽപ്പാതയുടെ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ആസ്വദിക്കാനാവും. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇനി നമുക്ക് ദാദർ മേഖലയിലെ ശിവജി പാർക്കിലേക്ക് പോകാം. ശിവജി പാർക്ക് ചെറിയൊരു ഉദ്യാനമാണ്. മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങളും ഒരു ഗ്രൗണ്ടും ഇവിടെയുണ്ട്. ഛത്രപതി ശിവജി എന്നാൽ മറാത്ത വംശജർക്ക് അടങ്ങാത്ത ആവേശമാണല്ലോ. അതേ വികാരമാണ് അവർക്ക് ഈ പാർക്കുമായി ബന്ധപ്പെട്ടുള്ളത്. മറാത്ത സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ശിവസേന അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട ചടങ്ങുകളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. ശിവസേനയുടെ സ്ഥാപകനായ ബാൽ താക്കറെയുടെ അന്ത്യവിശ്രമ സ്ഥാനവും ഇതേ പാർക്കിൽ തന്നെയാണ്. കുതിരപ്പുറത്തേറി കുതിക്കുന്ന ശിവജിയുടെ മനോഹരമായ ഒരു പ്രതിമ ഈ പാർക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർപ്പണം നടത്തി ശിവജിയെ സ്മരിക്കുന്നത് മറാത്തികൾക്കിടയിൽ ഒരു പതിവാണ്. രാഷ്ട്രീയ പ്രാധാന്യത്തിനും അപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിൽ എന്നൊരു വിശേഷണവും ഈ ശിവജി പാർക്കിനുണ്ട്.
സച്ചിനും ഗവാസ്കറും വെങ് സർക്കാരും എല്ലാം ക്രിക്കറ്റ് പഠിച്ച മണ്ണാണിതെന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പതിവായി ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുന്ന മൈതാനത്ത് എപ്പോഴും കാണാം ക്രിക്കറ്റ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുതുതലമുറ കളിക്കാരെ. നാളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം നേടാൻ കഴിവുള്ളവരുമുണ്ടാകും ഈ കൂട്ടത്തിൽ. ഒരു ഗണേശ ക്ഷേത്രവും ശിവജി പാർക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദാദറിലെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണിത്. വിശ്രമിക്കാനും കുശലം പറഞ്ഞിരിക്കാനും എത്തുന്ന ധാരാളം ആളുകളെ നമുക്ക് ഈ പാർക്കിൽ കാണാം. പാതയോരത്ത് രുചികരമായ മറാത്ത ലഘുഭക്ഷണം വിൽക്കുന്ന കച്ചവടക്കാരും ഉണ്ടാകും. വർലി ഫോർട്ടാണ് നമുക്കിനി കാണേണ്ടത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാഹിം ഉൾക്കടലിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ നിർമ്മിച്ച കോട്ട. ഒരു നിരീക്ഷണ കേന്ദ്രം എന്നതിനുമപ്പുറം വലിയ സൈനിക പ്രാധാന്യം കോട്ടയ്ക്കുണ്ടായിരുന്നില്ല. എങ്കിലും ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടം എന്ന നിലയിൽ ഇതൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഒരു ടൂറിസ്റ്റായിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നതെങ്കിൽ തെല്ലൊന്ന് സംശയിക്കും. കാരണം ഒരു ചരിത്ര കേന്ദ്രത്തിന് വേണ്ട പരിഗണന ഈ കോട്ടയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു ചേരിയിലെ ഇടുങ്ങിയ തെരുവിലൂടെ വേണം കോട്ടയുടെ സമീപത്തേക്ക് നമുക്കെത്താൻ. ഈ ചേരി വളർന്ന് ഇപ്പോൾ കോട്ടയ്ക്കുള്ളിൽ പോലുമുണ്ട് കുടിലുകൾ. വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും വന്നിരിക്കുന്ന ചേരി നിവാസികളെ കോട്ടയുടെ മട്ടുപ്പാവിൽ നമുക്ക് കാണാം. ചരിത്രകാരന്മാരുടെ സമ്മർദ്ദഫലമായി ചില നവീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവയൊന്നും കയ്യേറ്റത്താൽ നശിക്കുന്ന കോട്ടയെ വീണ്ടെടുക്കാൻ ഇതുവരെ സഹായിച്ചിട്ടില്ല. പോരാത്തതിന് പഴമയുടെ ഭംഗി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. മാഹിം ഉൾക്കടലിന്റെയും നഗരത്തിന്റെയും ഭംഗിയുള്ള കാഴ്ചകൾ കാണാമെന്നതാണ് വർലി ഫോർട്ടിന്റെ ഒരേ ഒരു പ്രത്യേകത. ബാന്ദ്ര വർലി സീലിംഗം ഇതിൽപ്പെടുന്നതാണ്. എങ്കിലും ഏറ്റവും ശ്രദ്ധേയം അറബിക്കടലിലെ സൂര്യാസ്തമയ കാഴ്ചകൾ തന്നെയാണ്. അതിനാൽ സായാഹ്നങ്ങളിൽ ഇവിടെ സന്ദർശകരുടെ ചെറിയ തിരക്കുമുണ്ടാവും. ഇനി നമുക്ക് മുംബൈയിലെ ഒരു ചന്തയിലേക്ക് കടന്നു ചെല്ലാം. ക്രാഫോർഡ് മാർക്കറ്റ്. ഈ പേര് കേൾക്കുമ്പോൾ ഒരല്പം കൗതുകം തോന്നുന്നുണ്ടല്ലേ? സംശയിക്കേണ്ട, ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച മാർക്കറ്റാണിത്. ബോംബെയുടെ ആദ്യ മുനിസിപ്പൽ കമ്മീഷണറായിരുന്ന ആർതർ ക്രാഫോർഡിന്റെ പേരാണ് ഈ മാർക്കറ്റിന് നൽകിയിട്ടുള്ളത്. ഇനി മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു നാട്ടുചന്തയാണ് മനസ്സിൽ വന്നതെങ്കിൽ അവിടെയും തെറ്റി. ഒരു സാധാരണ ഇന്ത്യൻ മാർക്കറ്റിന്റെ രൂപഭാവങ്ങളല്ല ക്രാഫോർഡ് മാർക്കറ്റിനുള്ളത്. കാരണം ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് എന്നത് തന്നെ. ഒരു മാർക്കറ്റ് കെട്ടിടം പോലും ഭംഗിയോടെ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ബ്രിട്ടീഷ് രീതിയാണ് ഇവിടെയും നമുക്ക് കാണാനാവുക. പാരമ്പര്യഭാവം തുളുമ്പുന്ന പ്രൗഢമായ ഡിസൈനാണ് കെട്ടിടത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ക്രാഫോർഡ് മാർക്കറ്റിന്റെ അവസ്ഥ ഒരല്പം ദയനീയമാണ്. കാലപ്പഴക്കം മാർക്കറ്റിന്റെ ആകർഷകത്വം നശിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കച്ചവടം സജീവമാണ്. ആദ്യകാലത്ത് കെട്ടിടത്തിനുള്ളിൽ മാത്രമായിരുന്നു വിൽപ്പനയെങ്കിൽ ഇന്ന് ചുറ്റുമുള്ള തെരുവുകളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തുടക്കത്തിൽ പഴവും പച്ചക്കറിയുമാണ് വിറ്റിരുന്നതെങ്കിൽ ഇന്ന് എന്തും ലഭിക്കുമെന്നതാണ് അവസ്ഥ. പഴം, പലഹാരങ്ങൾ, ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, അങ്ങനെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ. വിലയാണെങ്കിൽ വളരെ കുറവും. നന്നായി പേശാൻ കഴിയുമെങ്കിൽ പിന്നെയും നമുക്ക് വില കുറച്ചു വാങ്ങാം. ഇനി പരസ്യമായി വിൽക്കാൻ കഴിയാത്ത വസ്തുക്കൾ വേണമെങ്കിൽ അതുമുണ്ട് ഇവിടെ. ഏജന്റുമാർ വഴി രഹസ്യമായി നടത്തുന്ന ഒരു ഏർപ്പാടാണിത്.
രാഷ്ട്രപിതാവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണിഭവനിലേക്കാണ് ഇനി. നീണ്ട 17 വർഷക്കാലം മഹാത്മാഗാന്ധിയുടെ ലളിത ജീവിതത്തിനും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉറക്കം കെടുത്തിയ ചിന്തകൾക്കും സാക്ഷിയായ വീട്. ഇപ്പോൾ ഇവിടം ഗാന്ധി മ്യൂസിയമാണ്. ചേർന്ന് ഒരു ലൈബ്രറിയുമുണ്ട്. വായനയിലൂടെ അറിവും ചിന്തയിലൂടെ തിരിച്ചറിവും നേടാൻ പഠിപ്പിച്ച ഗാന്ധിജിക്ക് ഇതിലും മികച്ച സ്മാരകം എങ്ങനെയാണ് ഒരുക്കാനാവുക, അല്ലേ? ഗാന്ധിജിയുമായും സ്വാതന്ത്ര്യ സമരവുമായും ഒക്കെ ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിൽ കൂടുതലും. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ചൂട് പകർന്ന പല പുതിയ ആശയങ്ങളും അദ്ദേഹം വികസിപ്പിച്ചത് ഈ വീട്ടിൽ വെച്ചാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായകമായ സത്യാഗ്രഹം, നിസ്സഹകരണം തുടങ്ങിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ടതും ഇവിടുന്ന് തന്നെയാണ്. ഒരു ചെറിയ തെരുവിലെ ഇടുങ്ങിയ 3 നില കെട്ടിടത്തിൽ നിന്നും പ്രചരിച്ച ചിന്തകൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെയും ഈ രാജ്യത്തെ ജനങ്ങളുടെയും ഭാവിയെ മാറ്റിമറിക്കാൻ കഴിഞ്ഞുവെന്ന് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം വരും. ഇടുങ്ങിയ വഴികളും മുറികളുമാണ് ഈ കെട്ടിടത്തിലുള്ളത്. മുകൾ നിലയിൽ ഒരു കോൺഫറൻസ് ഹാളും. മുറികളിലെല്ലാം പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന നേതാക്കളുടെ ഗാന്ധിജിയോടൊപ്പമുള്ള ചിത്രങ്ങളും നമുക്കിവിടെ കാണാം. നമ്മൾ ഇന്നൊടുവിൽ എത്തി നിൽക്കുന്നത് ധാരാവിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന്. വികസിതമാകാൻ കൊതിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റൊരു മുഖം. അധികം ചർച്ച ചെയ്യപ്പെടുകയോ പുറം ലോകം അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ഒരിടം. ഇവിടേക്ക് ടൂറിസ്റ്റായിട്ടല്ല നാം കടന്നു ചെല്ലേണ്ടത്, ഒരു മനുഷ്യനായിട്ടാണ്. വൃത്തിയുള്ളതും വിശാലവുമായ വീടുകളിൽ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ അധിക നേരം നിൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. വൃത്തിയില്ലാത്ത പരിസരങ്ങളും ദുർഗന്ധവും നിങ്ങളുടെ മനം മടുപ്പിക്കും. ഇവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ടതും ആ ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഇങ്ങനെയും ഒരു ലോകമുണ്ടെന്ന യാഥാർത്ഥ്യം. ഇവിടെയുള്ള കുറെ മനുഷ്യർ തൊഴിൽ ചെയ്ത് തുച്ഛമായ വരുമാനത്തിൽ ആഘോഷിച്ചും യാതനകൾ അനുഭവിച്ചും കുടുംബത്തോടൊപ്പം ജീവിതം നയിക്കുന്നുണ്ടെന്ന സത്യവും നമ്മൾ തിരിച്ചറിയണം. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന വഴികളാണ് ധാരാവിയിലെങ്ങും. 1-2 മുറികൾ മാത്രമുള്ള വീടുകളിൽ 4-5 പേരടങ്ങുന്ന കുടുംബങ്ങളാണ് താമസം. കുട്ടികൾ കളിക്കുന്നത് തെരുവുകളിലാണ്. മിക്ക വീടുകൾക്കും മുകളിൽ രണ്ടാമതൊരു നിലയും കൂടി കാണാം. 2ാം നില മിക്കവാറും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാവും. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് അതും ഒരു വരുമാനമാകുന്നു. ചേരി ഒഴിപ്പിക്കാനും ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും നിരവധി പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊന്നും വിജയിച്ചിട്ടില്ല. 100 കണക്കിന് ചെറുകിട വ്യവസായങ്ങൾ ധാരാവിയിലെ ചെറിയ മുറികളിലുണ്ടെന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. പ്രതിവർഷം $100 കോടി വിറ്റുവരവും ഇവിടെ നിന്നുണ്ടാകുന്നുണ്ട്. ഒറ്റവാക്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാനാകുന്ന മുംബൈ നഗരത്തിലൂടെയാണ് ഇന്നത്തെ സിറ്റി ടൂറിൽ നാം സഞ്ചരിച്ചത്. സമ്പന്നമായ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന നിരവധി സ്മാരകങ്ങൾ, അറബിക്കടലിന്റെ മനോഹരമായ പശ്ചാത്തലവും. എന്നാൽ പണവും സമ്പത്തും ഭൂപ്രകൃതിയും മാത്രമല്ല യഥാർത്ഥ മുംബൈ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിന്റെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളും മുംബൈയിൽ അനുഭവിച്ചറിയാനാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികർ ഇവിടെയാണുള്ളത്, അതുപോലെ ഏറ്റവും വലിയ ദരിദ്രരും.
ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാവാതെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും കുടിയേറിയെത്തിയവരാണ് നഗരത്തിൽ ഭൂരിഭാഗവും. അങ്ങനെ പല കാലങ്ങളിലായി നഗരത്തിന്റെ ഭാഗമായ ജനങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന മുംബൈ മഹാനഗരം.